ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഗീസ് ടേസ്റ്റ്. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് നല്ലൊരു മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. ഇന്നൊരു കുറച്ച് നെയ്മീൻ കിട്ടി. അപ്പോൾ അതിൽ നിന്ന് 1 കിലോ നെയ്മീൻ എടുത്തിട്ടുണ്ട്. അത് വെച്ചൊരു ചാറ് കറിയാണ് കേട്ടോ. ഒരുപാടങ്ങ് നീണ്ട കറിയല്ല. ഇതിനായിട്ട് മീനെല്ലാം എന്താ കഷ്ണിച്ച്, ഒത്തിരി വലിയ കഷ്ണങ്ങളാക്കിയില്ല കേട്ടോ, ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ കഷ്ണിച്ച് വെച്ചിട്ടുണ്ട്. തൊലി ഞാൻ കളഞ്ഞിട്ടില്ല കേട്ടോ, തൊലി കളയാതാണ് ഈ പ്രാവശ്യം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് കറി വെക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അതിനായിട്ട് ഒരു ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഈ ഉലുവയൊന്ന് പൊട്ടി വരണം. പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഉലുവ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ കുടം വെളുത്തുള്ളി ഞാൻ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്ത് കൊടുത്തു. അതൊന്ന് പകുതി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, ഒരു വലിയ കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തത് കേട്ടോ. ആ ഒരു കഷ്ണം ഇഞ്ചി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വരണം. ആ സമയത്ത് ഒരു 10-20 ചെറിയ ഉള്ളി ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ പക്ഷേ പച്ചമുളക് ചേർത്തിട്ടില്ല കേട്ടോ, അധികം എരി വേണ്ടാത്തതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല. ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഒന്ന് കുറച്ചുകൂടെ ഒന്ന് അതിൻ്റെ നിറമൊക്കെ ഒന്ന് മാറി വരട്ടെ. നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു തക്കാളി ഒന്ന് മിക്സിയിലൊന്ന് അടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൂടി ചേർത്ത് കൊടുക്കുക. ഈ തക്കാളിയും ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഒന്ന് വഴന്ന് വരണം. കുറച്ച് നേരം ആ എണ്ണയിൽ കിടന്ന് തക്കാളി ഒന്ന് മൂത്ത് വരട്ടെ. തക്കാളി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പൊടികളാണ് കേട്ടോ. അധികം പൊടികളൊന്നുമില്ല. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 6 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയും സാദാ ചില്ലിയും കൂടെ ഈക്വലായിട്ട് പൊടിച്ചതാണ് കേട്ടോ. അപ്പം രണ്ടും രണ്ടായിട്ട് എടുക്കുന്നെങ്കിലും 3 ടീസ്പൂൺ വീതം എടുക്കണം. പിന്നെ 6 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൽ ഞാൻ മല്ലിപ്പൊടി ചേർക്കുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി നമ്മൾ സദ്യയിലൊക്കെ കല്യാണത്തിനും അല്ല ഫംഗ്ഷനുകൾക്കൊക്കെ നെയ്മീൻ കറി വെക്കുമ്പോൾ അതിനകത്ത് മല്ലിപ്പൊടി ചേർക്കാറില്ല. ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു 3-4 ചുള കുടംപുളിയാണ്. അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അതാണ് ചേർത്ത് കൊടുത്തത്. ഇനി ആ കുടംപുളി കിടന്ന വെള്ളത്തിൽ ഒന്ന് കുറച്ച് നേരം അരപ്പൊന്ന് മൂത്ത് കിട്ടണം. കുറച്ച് നേരം ആ വെള്ളത്തിലിട്ട് തന്ന അരപ്പ് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യമേ തക്കാളി അരച്ച മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു. ഇവിടെ കറി ഒരുപാട് അങ്ങ് വറ്റിയിരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ, കുറച്ച് ചാറ് വേണം. അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ച് കൊടുക്കാം. കറി ഒന്ന് തിളച്ച് കുറച്ചൊന്ന് കുറുകി വരണം. ആ സമയത്ത് നമുക്കിതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ കറി തിളച്ച് കുറച്ച് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ് സമയം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കഷ്ണങ്ങളെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തവി വെച്ചൊന്ന് ചാറിന ഉള്ളിലേക്ക് ഒന്ന് താഴ്ത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ മൂടി വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. കറി ഒന്ന് വെന്ത് കുറുകി വരട്ടെ. ഇപ്പോൾ ഒന്ന് കുറച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇരിക്കുമ്പോൾ കുറച്ചും കൂടെ നന്നായിട്ട് വറ്റി കിട്ടും കേട്ടോ. ഇപ്പം കുറച്ചും കൂടെ വറ്റിയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയിലിരുന്ന് കുറേ കൂടെ വറ്റി കിട്ടും. അങ്ങനെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു നെയ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഹൈപ്പ് കൂടി ചെയ്യുക. ഓക്കെ, താങ്ക് യു.